എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജയിലിൽ കിടന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. അമ്മേ ഉണ്ണി, ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല. അയ്യോ, ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടമ്മേ, ശിക്ഷ കഴിഞ്ഞില്ലേ? ശിക്ഷയോ? അല്ല, ഈ അറബിയുടെ കൂടെ പണിയെടുക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷ ഉണ്ടോ അമ്മേ? ഇവന് മനസ്സിലായില്ലേ? പൊറിഞ്ചു. അന്ന് വന്നപ്പോ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത്. അതെ, ബിജു. ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവില് വഴങ്ങില്ല. അതുകൊണ്ട് അവര് പൊറിഞ്ചു പൊറിഞ്ഞു എന്നാ വിളിക്കണതേ. ഉദാഹരണത്തിന് സോഡേനെ അമ്മ സോഡ എന്നല്ലേ പറയണത്. എനിക്ക് സോഡ എന്ന് പറയാൻ അറിയാൻ പാടില്ല, ഞാൻ ഷോഡ എന്നാ പറയണ. അതായത് മക്കളിരിക്കെ, അമ്മ ചായ കൊണ്ടുവരാം. അമ്മേ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പറയും. അമ്മേ, ഞാൻ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പറയൂന്ന്. അവളെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അവള് നിന്റെ ട്രാക്കിലായെന്ന്. ഹലോ ഹലോ ഹലോ. ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു. നമ്മള് തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ദുബായിലോ? എപ്പോ? ജയിലില്. അല്ല, അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞല്ലോ. പണ്ടാരടങ്ങാണ്ട് വാടക എടുത്ത സ്ഥലം നശിപ്പിച്ച്. അച്ഛനെ കണ്ടില്ലല്ലോ. അതിനിത് പള്ളിയല്ലല്ലോ. കുട്ടിയുടെ അച്ഛൻ. അച്ഛൻ വൈദ്യരെ കാണാൻ പോയിരിക്കാം. കുഴമ്പ് വാങ്ങാൻ പോയതായിരിക്കും. നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ? ഒരു മിനിറ്റ്. ഒരൊറ്റ മിനിറ്റ്. എന്താണ് സീക്രട്ട് ആണാ? കണ്ടോ? അതെടുത്തേ. പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത്. എന്താടി എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷമില്ലാത്ത? എന്തിനാ മോളെ? നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം? ഏട്ടാ, കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു. കാശിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മേ, അമ്മേ. എന്താ മോനെ? ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ? 6 മാസമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ. അപ്പൊ നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയണ്ടല്ലോടാ. എന്തായാലും കറിയാച്ചൻ എനിക്കൊന്ന് കാണണം. കറിയാച്ചനുണ്ടോടോ? ആരാ? എന്താ കാര്യം? വേണ്ട. അല്ലേ, ആരാ? ദുബായിക്കാരൻ എപ്പോ എത്തി? വാ വാ, ഇരിക്കേ. എന്റെ പൊന്ന് കറിയാച്ച, കുറച്ച് കരുണ കാണിക്കണം, ദയ ഉണ്ടാവണം. കരുണ, ദയ, അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. കറിയാച്ചന് കാശ് തരാനുള്ളത് നേരാ. പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ? എന്റെ അമ്മയും പെങ്ങളെയൊന്നും അല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ, നിന്റെ അല്ലേ? എടാ കൊച്ചനെ, ഞങ്ങള് പലിശക്കാർക്കൊരു അനുഗ്രഹമാ ഈ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ. അവള് വരെ വന്ന് ഞോണ്ടിയാ വേണ്ടേ, ഇതുപോലെ ആള് ദുബായിന്ന് വരെ പറന്ന് ഞങ്ങളുടെ മുന്നിലെത്തും. ഇനി സെറ്റിൽമെന്റിലേക്ക് കിടക്കാം. മുടക്കിയ തവണകളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വെക്കാൻ എനിക്കിത്തിരി സാവകാശം തരണം. എന്തിന്? മേശപ്പുറത്ത് വെക്കാനോ? അതല്ല, ദുബായി നയിച്ച കാശ് ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാലുടൻ കറിയാച്ചന്റെ കണക്കാൻ തീർത്തോളാം. തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണോ അതോ കാശിന്റെ കണക്കോ? ചേട്ടന്റെ കണക്ക്. ചേട്ടന്റെ കാശിന്റെ കണക്ക്. എങ്കിൽ എന്റെ കണക്ക് എപ്പോ ക്ലോസ് ചെയ്യും? പറ. കാലനല്ലേ അറിയൂ. ഈ എലുമ്പനേതാ? എന്റെ ഫ്രണ്ടാ. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും. അതിന് പുറത്തു നിന്നോട്ടോ. എന്റെ കറിയാച്ച, ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നു തീർത്തോളാം. ബാക്കിയൊരു 6 മാസത്തിനകം സമ്മതിക്കണം. പലിശ കൂടും. എന്ത് വേണേലും തരാം. ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. തെറ്റിച്ചാ ഞാനും ശോശാമ്മ നിന്റെ തറവാട്ടിൽ കയറി നിരങ്ങും. വേഗം വാ, ഫ്ലൈറ്റ് പോകും. അമ്മ പഴയ പോലെ പരുവത്തിൽ തന്നെ. ഏയ്, എന്താ ഭാരതീയമേത്? മോനെ യാത്രയാക്കുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ? കാശില്ലാതെ ഞാനിവിടെ നിന്നാലേ ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും? 1 മാസത്തെ അവധി പറഞ്ഞിരിക്കല്ലേ. പിന്നെ കറിയാച്ചന്റെ കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട.
ട്രെയിനിങ് സമയത്ത് അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. കരയല്ലേ, കണ്ണുടക്കി. വരട്ടാമേ, പോട്ടേടി, പഠിക്കണം കേട്ടാ. ആ ബാഗ് ഇങ്ങോട്ടാ. എന്താ കണ്ടില്ല, യാത്ര പറഞ്ഞില്ല അല്ലേ? ആ ബാഗ് എടുത്ത് വിളിച്ച്. ആ അതേ വന്നല്ലോ. ഇങ്ങനെ കണ്ടിട്ട് എന്തിനാ? വരട്ടെ. ഞാൻ സത്യമായിട്ടും ദുബായിലേക്ക് തന്നെയാണോ പോണേ? സത്യമായിട്ടും. ശരിക്കുള്ള ദുബായിലേക്ക്? അതെ. താങ്ക്സ്, ആരോടൊന്നും പറയാത്തതിന്. ഞാൻ വരും. അപ്പൊ എന്റെ റോള് കഴിഞ്ഞല്ലേ? അതെന്താ? നീ ഇപ്പൊ ശരിക്കും ദുബായി പോവില്ലേ? ഞാൻ എയർപോർട്ടിൽ വന്ന് ടാറ്റ പറഞ്ഞ് യാത്ര അയക്കാനല്ലേ കൂടെ വരണത്? നീ വരുന്നുണ്ടോ ദുബായിക്ക്? എനിക്കതിന് പാസ്പോർട്ടും വിസ ഒന്നും ഇല്ലല്ലോ. ഈ ദുബായി പോകാൻ പാസ്പോർട്ടിന്റെ വിസയുടെ ഒന്നും ആവശ്യമില്ല. വെറും ചങ്കൂറ്റം മാത്രം മതി. ചങ്കൂറ്റോ? അതേത് ദുബായി? വാളയാർ. ഇങ്ങോട്ട് ഇറങ്ങടാ. ആ കാണുന്ന വീടാ. ശിവ, ഒക്കെ പോയടാ. ഇവളുടെ കെട്ടുതാലി വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചത്. ഇനി വിൽക്കാൻ ഒന്നുമില്ല. നീ പോയ ശേഷം ആകെ ഒരു രാശിക്കുറവാ. ഒരു ലോഡ് പോലും മനസമാധാനത്തോടെ കടത്താൻ പറ്റിയില്ല. ലോഡടക്കം 4 വണ്ടി പോലീസ് പിടിച്ചു. ചിന്നാടന്മാരുടെ ഒറ്റായിരുന്നു. കയ്യിലെ കാശ് തീർന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ പഴയ കുപ്പായം എടുത്തിട്ടു. ലോഡുമായിട്ട് വരുന്ന വഴിക്ക് മുന്നിൽ പോലീസ്. ഞാൻ ലോറിയിൽ നിന്നിറങ്ങി ഓടിയതും എതിരെ വന്ന ഒരു കാർ എന്നെ ഇടിച്ചു തെറിപ്പിച്ചത് ഒരുമിച്ചായിരുന്നു. ഇടിച്ചതാണോ ഇടിപ്പിച്ചതാണോ എന്നറിയില്ല. പിന്നൊന്നും ഓർമ്മയില്ല. ബോധം വീണപ്പോ കണ്ടില്ലേ? ചികിത്സയ്ക്ക് ലക്ഷങ്ങളായി. വീടൊക്കെ ആ വഴിക്ക് പോയി. കാലു പോയതോടെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി. വെറും വേസ്റ്റ്. വണ്ടി ഓടിക്കണമെങ്കിൽ വലത് കാലം വേണ്ടടാ ആക്സിലേറ്റർ ചവിട്ടാൻ. പോലീസ് വരുമ്പോൾ ഇറങ്ങി ഓടാനും വേണ്ടടാ കാല്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞതാ, പക്ഷേ അപ്പൊ സമ്മതിച്ചില്ല. ഇവൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റൂടാ. ശിവ, നീ വന്ന വിവരം വാളയാറ് മുഴുവൻ അറിഞ്ഞു. നിനക്ക് സുഖമല്ലടാ? നീ എപ്പോഴാ തിരിച്ച് നാട്ടിലേക്ക്? ഭായിയെ നിലയിൽ തനിച്ചാക്കിട്ടോ. തൽക്കാലം നാട്ടിലേക്കില്ല. പിന്നെ നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ ഭായ്? വേണ്ടടാ, കിന്നാടന്മാർ സമ്മതിക്കില്ല. ഭരണം മാറി. പണവും സ്വാധീനവും ഇപ്പം അവരുടെ ഭാഗത്താ. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് മുഴുവൻ അവരുടെ കൺട്രോളിലാണ്. അവർക്കില്ലാത്ത ഒന്നും നമുക്കില്ലേ ഭായ്? ബുദ്ധി. എന്നാലും കുറച്ച് കാശ് കൈ വേണ്ടടാ. ആ സത്യമൂർത്തി സഹായിക്കാതിരിക്കില്ല. നമ്മളും ഒരുപാട് ഉണ്ടാക്കി കൊടുത്തല്ലേ. ശ്രമിക്കാം ഭായ്.
അച്ചായ നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാ. പഴയ ഒരു ഉഷാർ വന്ന പോലെ